ഭാവിയുടെ ചില വചനങ്ങളാണ് ഇവിടെ പറയുന്നത്. മനുഷ്യൻ പ്രകൃതിയെ ക്രൂരമായി കാണരുത്. സ്വന്തം മനസ്സ് ക്രൂരമായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തോന്നുന്നത്. കണ്ണ് വൃത്തിയാക്കി വയ്ക്കുക, മനസ്സ് ശുദ്ധമാക്കി വയ്ക്കുക. പ്രവൃത്തിയിലൂടെ, നിഷ്കർമ്മപരമായ കർമ്മങ്ങളിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുക. കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, നിസ്വാർത്ഥപരമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിനായി ശ്രമിക്കുക. അതുവഴി മാത്രമേ മുക്തിയും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈശ്വര ചിന്തയോടുകൂടെയും ഈശ്വര വിശ്വാസത്തോടുകൂടെയും എപ്പോഴും ജീവിക്കുക. എന്നാൽ മാത്രമേ നന്മയുണ്ടാകുകയുള്ളൂ. പ്രകൃതിക്ക് നന്മ വരണമെങ്കിൽ എല്ലാ മനുഷ്യരും പ്രകൃതിയെ മാതാവായി കണക്കാക്കണം. മാതാവിനോട് ഉള്ള സ്നേഹത്തോടു കൂടി പ്രകൃതിയോടും പെരുമാറുക. അതുവഴി മാത്രമേ നമ്മൾക്ക് ഉന്നതി ഉണ്ടാകുകയുള്ളൂ. എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുക.